നമസ്കാരം. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ വീണ്ടും കാര്യങ്ങൾ കുഴഞ്ഞുമറിയുന്നു. കേസിൽ ഇ.ഡി. മാപ്പുസാക്ഷിയാക്കുന്ന രണ്ട് മുഖ്യപ്രതികളിൽ ഒരാൾ മറ്റൊരാൾക്കെതിരെ മൊഴി നൽകിയ വളരെ വിചിത്രമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ബാങ്കിൻ്റെ മുൻ മാനേജർ ബിജു കരീമാണ് ബാങ്കിൻ്റെ മുൻ സെക്രട്ടറി ടി.ആർ. സുനിൽകുമാറിനെതിരെ മൊഴി നൽകിയത്. സുനിൽകുമാർ ക്രമവിരുദ്ധമായ വായ്പ നൽകാൻ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ബിജു കരീം ഇ.ഡിക്ക് മൊഴി നൽകിയത്. ഈ വിഷയം ഇ.ഡി. കോടതിയിൽ സമർപ്പിച്ചു. ഇ.ഡി. കേസിൽ 23-ാം പ്രതിയാണ് സുനിൽകുമാർ, 24-ാം പ്രതിയാണ് ബിജു കരീം. ബിജു കരീം നൽകിയ മൊഴിയിൽ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന A.C. മൊയ്തീനും മുൻമന്ത്രി A.C. മൊയ്തീനും ക്രമവിരുദ്ധമായ വായ്പ നൽകാൻ സമ്മർദ്ദം ചെലുത്തി എന്നും പറയുന്നുണ്ട്. ബാങ്കിൻ്റെ നിയമങ്ങൾ അനുസരിച്ചല്ല, മറിച്ച് CPMൻ്റെ സബ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് വായ്പ അനുവദിച്ചിരുന്നതെന്ന് വളരെ ഗുരുതരമായ ഒരു മൊഴിയാണ് ഇപ്പോൾ സുനിൽകുമാറിനെതിരെ ബിജു കരീം നൽകിയിരിക്കുന്നത്. ഇക്കാര്യം മുൻപ് സുനിൽകുമാറും ഇ.ഡിയെ അറിയിച്ചിരുന്നു. മാനേജർ എന്ന നിലയിൽ ഏത് പാർട്ടി നേതാവിൻ്റെ നിർദ്ദേശവും സമ്മർദ്ദവും കാരണം ഏതെല്ലാം വായ്പകളാണ് ക്രമവിരുദ്ധമായി താൻ അനുവദിച്ചത് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇത്തരം സമ്മർദ്ദം സെക്രട്ടറി ആയിരുന്ന ടി.ആർ. സുനിൽകുമാറിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് കാരണം വസ്തു പരിശോധനാ റിപ്പോർട്ട് തിരുത്തി എഴുതേണ്ടി വന്നിട്ടുണ്ട്. തൃശൂർ ചേർപ്പ് സ്വദേശിയായ റോഷൻ എന്ന വ്യക്തിക്ക് വായ്പ അനുവദിക്കുന്നതിന് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന മുൻമന്ത്രി A.C. മൊയ്തീനാണ് നിർദ്ദേശം നൽകിയത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന C.K. ചന്ദ്രൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് വസ്തു പരിശോധനാ റിപ്പോർട്ടും മറ്റ് രേഖകളും അവർക്ക് വേണ്ട രീതിയിൽ മാറ്റാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും പറയുന്നു. C.K. ചന്ദ്രൻ വഴി A.C. മൊയ്തീനും പലകുറി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. കേസിലെ പ്രതിയായ A.K. ബിജോയ്ക്ക് നൽകിയ വായ്പകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നും ബിജു കരീമിൻ്റെ മൊഴിയിൽ പറയുന്നു. അതേസമയം കരുവന്നൂർ കള്ളപ്പണ കേസിൽ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച മുഖ്യപ്രതി വെളപ്പായ സതീശൻ എന്ന P. സതീഷ് കുമാറിന് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള നീക്കം ഇ.ഡി. നടത്തുകയാണ്. സതീശന് ജാമ്യം കിട്ടിയാൽ അത് അറസ്റ്റിലായ മറ്റ് 3 പ്രതികൾക്ക് കൂടി ജാമ്യം കിട്ടുന്നതിന് വഴിതെളിക്കും. അത് തുടരന്വേഷണത്തെ ബാധിക്കുമെന്നാണ് ഇ.ഡി. വിലയിരുത്തുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഒരു തവണ ജാമ്യം കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയെ മാത്രമേ സമീപിക്കാനാകൂ. അത് ചെലവേറിയതും സങ്കീർണവുമായതിനാൽ അതിലേക്ക് പലരും പോകാറില്ല. അതിനാൽ സതീശൻ്റെ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ തന്നെ ഏതുവിധത്തിലും എതിർത്ത് തോൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അതോടെ മറ്റു പ്രതികളുടെ ജാമ്യ നീക്കവും നിലയ്ക്കും. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതികളായ P.P. കിരൺ, C.K. ജിൽസ്, P.R. അരവിന്ദാക്ഷൻ എന്നിവരുടെ മൊഴികളിലും സതീശൻ്റെ ഭാര്യ C.G. ബിന്ദു, സഹോദരൻ P. ശ്രീജിത്ത്, മുഖ്യസാക്ഷി K.A. ജിജോർ എന്നിവരുടെ മൊഴികളിലും കള്ളപ്പണ ഇടപാടിൽ സതീശൻ്റെ വ്യക്തമായ പങ്ക് പ്രതിപാദിക്കുന്നുണ്ട്. സതീശന് വിവിധ ബാങ്കുകളിലുള്ള എല്ലാ ഇടപാടുകളുടെയും രേഖകളും ഇ.ഡി. ശേഖരിച്ചിട്ടുണ്ട്. ഇ.ഡി. അറസ്റ്റ് ചെയ്ത CPM നേതാവ് P.R. അരവിന്ദാക്ഷന് ഹോട്ടൽ വ്യവസായമുണ്ടായിരുന്നുവെന്ന സതീശൻ്റെ അനിയനും തെളിവ് നൽകിയിട്ടുണ്ട്. കള്ളപ്പണ ഇടപാടിലൂടെ വെളപ്പായ സതീശൻ 500 കോടി രൂപ സമ്പാദിച്ചു എന്നാണ് ഇ.ഡി. കോടതിയിൽ നൽകിയ വിവരം. ഇതിപ്പോൾ പരസ്പരം മാപ്പുസാക്ഷിയാക്കാൻ സാധ്യതയുള്ള രണ്ടുപേർ തമ്മിൽ ക്രമവിരുദ്ധമായ മൊഴികൾ നൽകുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണമായ നിയമപ്രശ്നങ്ങളിൽ എന്ത് നടപടിയെടുക്കണം എന്ന് ഇ.ഡി. നിയമോപദേശം തേടും എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്.